നമ്മുടെ സിനിമകൾ ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ റാംജി റാവു മുതൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഞാൻ റാംജി റാവിലേക്ക് ഇപ്പൊ വേണോ? റാംജി റാവിലെ കോമഡി ഞാൻ ഓർമ്മ, ഇതെന്താ ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡാന്ന് മാമുക്കോയി പറയുന്നത്, അല്ലെങ്കിൽ ആ അംബാസിഡറിൽ ഡോർ അടച്ചാൽ അപ്പുറത്തൂടെ തെറിക്കുന്നത്. സിറ്റുവേഷണൽ കോമഡീസിന്റെ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് അവരുടെ ജനിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അവൻ ആ പയ്യൻ്റെ അപ്പനും അമ്മയും കല്യാണം കഴിക്കാൻ പോലും ആലോചിക്കാത്ത സമയത്ത് ഇറങ്ങിയിട്ടുള്ള പടമാണത്. ആ കുട്ടികൾക്ക് വരെ ആ പടത്തിലെ ഓരോ സംഭാഷണങ്ങളും ഇപ്പോഴും ഓർമ്മയുണ്ട്, കാണാപാഠമാണെന്നൊക്കെ പറയുന്നത് അതൊരു മഹാഭാഗ്യമാണ്. അങ്ങനത്തെ ഒരു സിനിമയൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സിനിമയുടെയൊക്കെ ഭാഗമായത്, അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞതൊക്കെ വലിയ സംഭവമായിട്ട് ഞാൻ കരുതുന്നു. പക്ഷെ ഇപ്പോഴും നമുക്ക് റാംജി റാവു പോലും ആസ്വദിച്ച് കാണാൻ പറ്റിയിട്ടില്ല. ഒരു സീൻ പോലും നമ്മൾ ചിരിച്ചുകൊണ്ട് റാംജി റാവു ഇപ്പോഴും കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ടി വിയിൽ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ CD എടുത്തിട്ട് കഴിഞ്ഞാൽ, ഒരു സീൻ കാണുമ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്ത ദിവസം ഉണ്ടായ പ്രശ്നങ്ങളും തടസ്സങ്ങളും, അന്ന് നമ്മൾ മറ്റു കാര്യങ്ങൾ സംസാരിച്ചതും, ആ ലൊക്കേഷൻ കാണാൻ പോയതും, ആ ലൊക്കേഷനിൽ ആ ഷോട്ട് എടുക്കുന്ന സമയത്തുണ്ടായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മ വരുള്ളൂ. അല്ലാതെ ആ സിനിമയിൽ അതിനസിനേട്ടൻ പറയുന്ന ഡയലോഗ് കേട്ട് നമുക്ക് ചിരിക്കാൻ ഒരിക്കലും തോന്നില്ല, ചിരിക്കാൻ പറ്റേയില്ല. അത് വേറൊരു അവസ്ഥയാണ്. ചില കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ തന്നെ ഒരുപാട് നല്ല സിനിമകൾ, ഇപ്പോൾ റാംജി റാവു ആണെങ്കിലും ഹരിഹർനാറാണെങ്കിലും ഗോഡ് ഫാദർ ആണെങ്കിലും ഒക്കെ, ഇത് മറ്റുള്ളവർ ഒരുപാട് ആസ്വദിച്ചതാണല്ലോ എന്ന സന്തോഷം മനസ്സിലുണ്ടെന്നുള്ളതല്ലാതെ ആ സിനിമ നമുക്കൊരിക്കലും ഒരു സിനിമയായിട്ട് കാണാൻ ഭാഗ്യമില്ല എന്ന് പറയുന്നതാണ് ഒരു ക്രിയേറ്ററുടെ ഏറ്റവും വലിയ നഷ്ടവും ദുഃഖവും.